ഒരൊന്നൊന്നര റോൾ ഉണ്ടെന്ന് പറഞ്ഞേക്ക്. ക്യാമറയ്ക്ക് മുന്നിൽ ഒരിക്കൽ കൂടി ഒന്നിച്ച് മോഹൻലാലും പൃഥ്വിരാജും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. നിലവിൽ മലയാളത്തിലെ ഏറ്റവും മൂല്യമേറിയ താരമാണ് മോഹൻലാൽ. കഴിഞ്ഞ വർഷം നടനായും താരമായി ഒരുപോലെ അഴിഞ്ഞാടിയ മോഹൻലാൽ 2026ലും അത് തുടരുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. മോഹൻലാലിന്റെ ഈ വർഷത്തെ ലൈനപ്പും പ്രതീക്ഷ നൽകുന്നതാണ്. നായകനായി എത്തുന്ന സിനിമകൾക്ക് പുറമെ മറ്റ് പ്രൊജക്ടുകൾ അതിഥി വേഷത്തിലും മോഹൻലാൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പൃഥ്വിരാജ് നായകനാകുന്ന ഖലീഫയിലാണ് ഇതിൽ പ്രധാനം. വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വളരെ ശക്തമായ വേഷമാണ് മോഹൻലാലിന്റേത്. മാമ്പറയ്ക്കൽ അഹമ്മദ് അലി എന്ന ഗാങ്സ്റ്ററായാണ് മലയാളത്തിന്റെ മോഹൻലാൽ വേഷമിടുന്നത്. ചിത്രത്തിന്റെ സെറ്റിൽ മോഹൻലാൽ ജോയിൻ ചെയ്തെന്നാണ് പുതിയ റിപ്പോർട്ട്. എറണാകുളത്ത് പുരോഗമിക്കുന്ന പുതിയ ഷെഡ്യൂളിൽ മോഹൻലാലും പങ്കെടുക്കുന്നുണ്ടെന്ന് സിനിമാ പ്രൊജക്ടുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. പൃഥ്വിരാജും മോഹൻലാലിനൊത്തുമുള്ള സീനുകളാണ് ഷൂട്ട് ചെയ്യുന്നത്. എത്ര ദിവസത്തെ ഡേറ്റാണ് മോഹൻലാൽ ഖലീഫയ്ക്കായി നൽകിയിരിക്കുന്നതെന്ന് ഇനിയും വ്യക്തമായില്ല. എമ്പുരാന് ശേഷം പൃഥ്വിരാജും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രമാണിത്. 2 ഭാഗങ്ങളായാണ് ഖലീഫ ഒരുക്കുന്നത്. ആദ്യ ഭാഗത്തിൽ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന ആമീർ അലിയുടെ കഥയാണെങ്കിൽ രണ്ടാം ഭാഗം കൂടുതലും കേന്ദ്രീകരിക്കുന്നത് അഹമ്മദ് അലിയുടെ കഥാപാത്രത്തെയാണ്. ഖലീഫയുടെ പ്രൊമോയിൽ ഇന്ദ്രൻസിന്റെ കഥാപാത്രം അഹമ്മദ് അലി എന്ന കഥാപാത്രത്തിന് നൽകുന്ന ബിൽഡപ്പ് അതിഗംഭീരമാണ്. ഈ വർഷം ഓണം റിലീസാണ് ഖലീഫ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. ദുബായ്, ലണ്ടൻ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലാണ് ചിത്രത്തിന്റെ ഷൂട്ട് പുരോഗമിക്കുന്നത്. പോക്കിരി രാജയ്ക്ക് ശേഷം വൈശാഖും പൃഥ്വിരാജും ഒന്നിക്കുന്ന ചിത്രമാണിത്. ചിത്രത്തിൽ മോഹൻലാലിന്റെ ഫസ്റ്റ് ലുക്ക് വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നാണ് കരുതുന്നത്. മഹേഷ് നാരായണന്റെ പാട്രിയറ്റ്, നെൽസൺ ഒരുക്കുന്ന ജയിലർ 2 എന്നിങ്ങനെ ചിത്രങ്ങളിലാണ് മോഹൻലാൽ അതിഥി വേഷത്തിൽ പ്രത്യക്ഷപ്പെടുക. കഴിഞ്ഞ വർഷത്തേക്ക് പോലെ ഈ വർഷവും മോഹൻലാൽ തൂക്കുമെന്നാണ് കരുതുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.